PJ നോക്കൂ, ഈ പാകിസ്ഥാൻ അനുകൂല എക്സ് ഹാൻഡിലുകൾ നോക്കുകയാണെങ്കിൽ ഈ വ്യാജ പ്രചാരണങ്ങളുടെയൊക്കെ കുത്തൊഴുക്കാണ്. കാരണം ഈ ഇന്ത്യയുടെ പവർ ഗ്രീഡിനെയൊക്കെ പ്രവർത്തനരഹിതമാക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പാകിസ്ഥാൻ ചില വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നു. പക്ഷേ അതിനെയെല്ലാം പൊളിച്ചെഴുതുന്ന രീതിയിലുള്ള ഒരു വിശദീകരണം സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒരുപക്ഷെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലടക്കം ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും എന്നത് ഉറപ്പല്ലേ? വർഷ അതുതന്നെയാണ് മനസ്സിലാക്കാൻ. ഞാൻ ആദ്യമേ ആമുഖമായി പറയട്ടെ, ലോകത്ത് ഒരു രാജ്യത്തിലും യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. കാരണം യുദ്ധം ആത്യന്തികമായി ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ശത്രു ഇരുപക്ഷത്തും വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടവും സാമൂഹികപരവും എന്ത് മേഖലയിലായാലും വലിയ രീതിയിലുള്ള ഒരു വീഴ്ച ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിലൂടെ സംഭവിക്കും. അതുകൊണ്ട് ആമുഖമായി തന്നെ ആ ഒരു കാര്യം പറയട്ടെ. വർഷം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യുദ്ധം ഇപ്പം ഞാൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമമായ എക്സ് പരിശോധിക്കുമ്പോൾ തന്നെ അതിൽ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാഷ്ടാഗാണ് ഇന്ത്യ പാകിസ്ഥാൻ വാർ എന്നുള്ള ഒരു ഹാഷ്ടാഗ്. അതിൽ നൂറുകണക്കിന് മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മെസ്സേജുകളുടെ ഇതിൻ്റെ പ്രധാനമായ ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള വിഭജനത്തിന് ശ്രമിക്കാൻ തരത്തിലുള്ള മെസ്സേജുകൾ പടച്ചുവിടുന്നതിൻ്റെ കാര്യം എന്നതിൻ്റെ നമ്മളതിൻ്റെ പിന്നാമ്പുറം പരിശോധിക്കുകയാണെങ്കിൽ പലരും നമുക്ക് പൊളിറ്റിക്കൽ ആയിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. രാജ്യം ഭരിക്കുന്ന ഭൂരിപക്ഷ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന BJPയുടെ വലിയ രീതിയിലുള്ള ചുമതലയുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. പിന്നെ ഇവർക്ക് ഈ ഒരു വാർത്തയിൽ നിന്നൊക്കെ പിന്മാറേണ്ടി വരുന്നു, ആ വാർത്ത പിൻവലിക്കേണ്ടി വരുന്നു. ഉദാഹരണമെടുക്കെങ്കിൽ തന്നെ മുൻ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന കിരൺ റിജിജു 2 ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ഇടുകയുണ്ടായി. അത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായ സമയത്ത് അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് മറ്റൊരാളുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇദ്ദേഹം എപ്പോഴും ഇത്തരത്തിലുള്ള പോസ്റ്റുകളിട്ട് കുഴിയിൽ ചാടുന്ന ഒരു വ്യക്തിയാണ്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ. അദ്ദേഹം മുമ്പ് എപ്പോഴോ നടന്ന ഇസ്രായേലും ഗാസയും തമ്മിലുള്ള ഒരു ദൃശ്യം പുറത്തുവിടുകയും അതിന് അദ്ദേഹത്തിന് തന്നെ അമളി പറ്റി. പക്ഷേ അപ്പോൾ പോലും ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർക്ക് ഇതിൻ്റെ മണ്ടത്തരം മനസ്സിലാവുന്നില്ല. ഭാരത് മാതാ കി ജി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ താഴെ അണിനിരക്കുന്ന കാഴ്ചയും കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നം, അത് സാമൂഹിക പ്രശ്നമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ പോസ്റ്റുകൾ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്പ്രെഡ് ചെയ്യുകയാണ്. കാരണം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഈ കാര്യമല്ലാത്ത ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയമാണ്, ഒരു പ്രതിരോധപരമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ ഒരിക്കലും പ്രചരിപ്പിക്കരുതെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ പോലും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വലിയ രീതിയിൽ പങ്കുവയ്ക്കപ്പെടുന്നു, വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ നമുക്ക് ഈ ആളുകൾക്കിടയിൽ തെറ്റായ ഒരു ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. കാരണം മെനഞ്ഞാന്ന് രാത്രി നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ വലിയ രീതിയിലുള്ള ആക്രമണം കറാച്ചി പോർട്ടിന് നേരെ ഉണ്ടാവുന്നു. പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ ജലന്ധറിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം, അതിൽ ആളുകൾ വരെ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നു. അപ്പോഴെല്ലാം വലിയ രീതിയിലുള്ള ഒരു മുൻകരുതലില്ലായ്മ ഈ വാർത്തകളിലെല്ലാം ഉണ്ടായി. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പൊതുജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നതുകൊണ്ട് മാധ്യമങ്ങൾ കുറച്ചുകൂടി സൂക്ഷ്മത കഴിഞ്ഞ ദിവസങ്ങളിൽ പാലിച്ചു എന്ന് വേണം കരുതാൻ. PIB പോലെയുള്ള സ്വതന്ത്ര ഫാക്ട് ചെക്കിംഗ് ഏജൻസികളുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രിതമായിട്ടുള്ള ഫാക്ട് ചെക്കിംഗ് ഉണ്ട്. പക്ഷേ ഈ PIBയുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ, പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലായതുകൊണ്ട് തന്നെ ഇതിന് കുറെ പരിമിതികളുണ്ട്. ശരി, PJ പാകിസ്ഥാൻ അനുകൂല എക്സ് ഹാൻഡിലുകൾ അടക്കം വളരെ വലിയ രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങൾ പാകിസ്ഥാൻ നടത്തുമ്പോൾ അതിനെല്ലാം പൊളിച്ചെഴുതുന്ന രീതിയിലുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ഇടപെടൽ, ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ കൈവരിച്ച എത്രത്തോളം ഭീകരരെ വധിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ നിലയിലാണെങ്കിൽ ജമ്മുവിൽ 8 BSF ജവാന്മാർക്ക് പരുക്കേറ്റതായ ഒരു സൂചനയും ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വരുന്നും കൂടിയുണ്ട്. ഇതിനെ തുടർന്ന് ജമ്മുവിൽ ഇപ്പോൾ കടുത്ത ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ PJ പറഞ്ഞതുപോലെ തന്നെ യുദ്ധം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല എങ്കിലും ജനങ്ങളുടെ ജീവനിൽ ജാഗ്രത നിലനിർത്തേണ്ടത് മറ്റൊരു കടമ കൂടിയാണ്.